എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എല്ലാ പ്രേക്ഷകർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണോ എന്നുള്ളതും എനിക്കറിയില്ല, അറിയാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ ചാനലിലെ ഒരു ചെറിയ മൈനോറിറ്റി ഉണ്ട്, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനൊക്കെ നേടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർ കടന്നു പോകുന്ന സ്ട്രെസ്സിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ, കാരണം പഠിത്തവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പഠിക്കാനായിട്ട് നന്നേ പിറകിലായിരുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേന് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. ഹയർ സെക്കൻഡറി എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള പേടി തോന്നുന്ന ഒരു ഓർമ്മയാണ്. എങ്ങനെയാണ് ഞാൻ +2 സയൻസ് ഗ്രൂപ്പ് എടുത്ത് ജയിച്ചത് എന്നുള്ളത് ഇപ്പോഴും എനിക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. അത്രയധികം ടഫായിരുന്നു. ഞാൻ പഠിക്കാനായിട്ട് പല ശ്രമങ്ങൾ നടത്തി, എന്തൊക്കെയോ പഠിച്ചു, എന്തൊക്കെയോ എഴുതി വെച്ചു, എങ്ങനെയോ ജയിച്ചു എന്നുള്ളതാണ് എൻ്റെ +2വിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരാൾ ഈ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനൊക്കെ നേടുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോട് എന്ത് പറയാനാണ്? പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, ധാരാളം ആളുകൾ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. എൻ്റെ ചില എക്സ്പീരിയൻസുകൾ ഞാൻ പറയാം. എന്താണ് ഈ സ്ട്രെസ്സിൻ്റെ കാരണം എന്നുള്ളത് ഞാൻ പറയാം. എന്തുകൊണ്ടാണ് അതുവരെ ഇല്ലാത്തൊരു സ്ട്രെസ് ആ 2 വർഷങ്ങളിൽ എന്നുള്ളത് ഞാൻ പറയാം. കൂടുതലും ഈ +2വിൽ സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടുള്ള ആളുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രെസ്. കാരണം അവർക്ക് കോമ്പറ്റേറ്റീവ് എക്സാം കുറേ എണ്ണം അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്, ഏറ്റവും കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അത് കടുത്ത കോമ്പറ്റീഷനുമാണ്. അതേപോലെ തന്നെ ഈ +2വിലൊക്കെ എത്തുന്ന സമയത്ത് തന്നെ പല ആളുകളും റിയലൈസ് ചെയ്യും, അടുത്ത 1 കൊല്ലം കൂടെ ഇരുന്നിട്ട് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അടുത്ത 1 കൊല്ലം കൂടെ ഇരുന്ന് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിൽ 1 കൊല്ലം പോകും. ഒരു വലിയ സ്ട്രെസ്സാണ്. നമ്മൾ മറന്നിട്ടുണ്ടാവും, നിങ്ങളിൽ പല ആളുകളും മറന്നിട്ടുണ്ടാവും ഈ ഒരു കാലഘട്ടമൊക്കെ. പക്ഷെ അതൊരു വലിയ സ്ട്രെസ്സാണ്. ആർക്കാണ് ഈ സ്ട്രെസ്സ്? ജസ്റ്റ് 10th കഴിഞ്ഞ് വന്ന ആളുകൾക്കാണ് ഈ സ്ട്രെസ്സ്. ഈ 2 വർഷങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള 2 വർഷങ്ങളാണ്. ഇനി പഠന ഭാരത്തെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ +2 സയൻസ് ഗ്രൂപ്പൊക്കെ എടുത്തിട്ടുള്ള ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് അറിയാം എന്ത് കഠിനമാണ് എന്നുള്ളത്. എനിക്ക് ഒരു മണ്ടത്തരമാണോ പറ്റിയത്, അല്ലെങ്കിൽ എടുത്തതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊന്നും പറയാനായിട്ടുള്ള ബോധമൊന്നുമില്ല. എന്നാലും ഞാൻ +2 സയൻസ് ഗ്രൂപ്പ് എടുത്തത് എനിക്ക് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടാണ്. അവിടെ അന്ന് സയൻസ്, ഫിസിക്സ് ഒക്കെ വേണമായിരുന്നു, ഈ എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രാഫി ഒക്കെ പഠിക്കാനായിട്ട്. അപ്പം എനിക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നില്ല. എന്നിട്ടും ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിഷമിച്ച് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നുപോയി. +1 ഞാൻ മാത്സിന് തോറ്റുപോയി. ഞാൻ ട്യൂഷൻ എടുത്തു. അപ്പോൾ ട്യൂഷൻ സെൻറ്ററിൽ ചെന്ന സമയത്ത് അവിടെയുള്ള പിള്ളേർക്കൊക്കെ എന്നെക്കാളിലുമൊക്കെ കുറേയൊക്കെ അറിയായിരുന്നു. ഞാൻ അതിൻ്റെ 7 പോലും എത്തുന്നില്ല എന്നറിഞ്ഞ സമയത്ത് ഞാൻ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. അങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു എൻ്റെ +1 +2 എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ അങ്ങനെ ബ്രേക്ക് ഡൗൺ ആവുന്നതിൻ്റെ കാര്യം എന്താണ്? കാരണം ഇതത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കരിയർ മൊത്തം ഇരിക്കുന്നത് എന്നുള്ള ചിന്തയാണ്. പാസ്സായതിന് ശേഷമുള്ള കോളേജ് ലൈഫിനെ കുറിച്ചിട്ടും കോമ്പറ്റേറ്റീവ് എക്സാമിനെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കുന്ന ആളുകൾക്ക് ഇത് വളരെ ചെറുതായിട്ട് തോന്നാം. എന്നാലും +2 തന്നെ പാസ്സാവോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകളിൽപ്പെട്ട ആളാണ് ഞാൻ. ആ ഒരു ദുരിത കാലഘട്ടം എന്ന് ചില ആളുകൾ പറയുന്ന, ഞാനടക്കം പറയുന്ന ആ ഒരു കാലത്തെ ആ ഒരു പ്രഷറിനെ 3 ആയിട്ട് അങ്ങോട്ട് ഒതുക്കാം. സൊസൈറ്റൽ എക്സ്പെക്ടേഷൻ ആൻഡ് പ്രഷർ വലിയ കാര്യമായിട്ട് തന്നെ ഉണ്ട്. അക്കാഡമിക് പ്രഷർ അത് ഏറ്റവും ടോപ്പിൽ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ ഇമോഷണൽ ടർബുലൻസ് ഓഫ് അഡോളസൻസ് എന്നൊക്കെ എപ്പോഴും പറഞ്ഞ് ചർച്ച ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. നമ്മളുടെ ഏജിൻ്റെ ഭാഗമായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങൾ, അതിനകത്ത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരാറുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട്സിനിടയിലുള്ള ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. ബുള്ളിങ് നേരിടേണ്ടി വരാറുണ്ട്. മാറ്റി നിർത്തലുകൾ സഹിക്കേണ്ടി വരാറുണ്ട്. ഫാമിലി പ്രോബ്ലംസുമായിട്ട് എപ്പോഴും കണക്റ്റ് ആയിട്ട് അതിൻ്റെ ഭാരങ്ങളുമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കരിയറിനെ മുഴുവനായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എമ്മാതിരി സ്ട്രെസ്സായിരിക്കും എന്ന് ആലോചിച്ച് എനിക്ക്. 2 വർഷമുള്ളൂ, വലിയ കാര്യമായിട്ടുള്ള ഫ്രീ ടൈമുകളില്ല, ഹോബീസിനുള്ള ടൈമില്ല, അമ്മാതിരി അക്കാഡമിക് പ്രഷറുണ്ട്. ഇതിലെ അക്കാഡമിക്സ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചിട്ട് പറയാം. ഞാൻ ഈ സയൻസ് ഗ്രൂപ്പ് ആയിരുന്നതുകൊണ്ട് ആ ആളുകൾക്കായിരിക്കും കൂടുതൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഈ സയൻസ് ഗ്രൂപ്പ് പഠിച്ച ആളുകൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രൈമറി എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് മെഡിസിനുമാണ്. ഈ എഞ്ചിനീയറിംഗും മെഡിസിനും കിട്ടിയില്ലെങ്കിൽ മാത്രം ബാക്കിയുള്ളതിലേക്ക് ട്രൈ ചെയ്യാം, അതും 1 കൊല്ലം റിപ്പീറ്റ് ചെയ്തതിന് ശേഷം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതൽ സയൻസ് ഗ്രൂപ്പ് എടുത്തിരിക്കുന്ന ആളുകൾ. അപ്പോൾ ഇവരുടെ ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് ഓപ്ഷനും തന്നെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. അപ്പോൾ അതിൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വലിയ രീതിയിൽ ട്രൈ ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ഹോംവർക്ക് ലോഡ് കാര്യമായി തന്നെ ഉണ്ട്.
അസൈൻമെൻറ്റ്സ് ഉണ്ട്, പ്രൊജക്ട്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതൊന്നും അല്ലാത്ത മറ്റേ റെക്കോർഡ് ബുക്ക് വരയ്ക്കുക, എഴുതുക എന്ന് പറയുന്ന പരിപാടി വേറെയുണ്ട്. ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ട്യൂഷനും കൂടെ പോകുന്നത്. അപ്പോൾ സമയം തീരെ ഉണ്ടാവില്ല. നല്ല അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന നല്ലൊരു ബേസ് ഉള്ള ആളുകൾക്ക് ഇത്തിരി കട്ടിയാണെന്നുണ്ടെങ്കിലും +1 +2 വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ അവർ എപ്പോഴും ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 10th തൊട്ടുങ്ങാണ്ട് കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഒക്കെ, അതിന് മുമ്പ് തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഒക്കെ ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ അവരിതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അവരെങ്ങനെയെങ്കിലും ഇത് മാനേജ് ചെയ്ത് മുന്നോട്ടേക്ക് പോകും. വേറെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവർ ഒരു ആവറേജ് ആയിരിക്കും, എന്നാൽ സയൻസ് ഗ്രൂപ്പ് എടുത്ത് എഞ്ചിനീയറിങ്ങിന് പോകണമെന്നൊക്കെ ആഗ്രഹം ഉള്ളതുകൊണ്ട് വന്നതാണ്. അവർക്ക് ഇത്തിരി കൂടെ ടഫായിരിക്കും. ഈ ടഫ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ടഫ്നെസ്, എനിക്കിത് പറ്റില്ല എന്ന് പറയുന്ന ഒരു സംഭവം ക്ലാസ്സിൽ വന്ന് 1-2 മാസങ്ങൾക്കുള്ളിലായിരിക്കും റിയലൈസ് ചെയ്യുന്നത്. അപ്പോഴത്തേനും തിരിച്ചു പോകാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. പിന്നെ ഇത് എങ്ങനെയെങ്കിലും പഠിച്ച് തീർക്കണമെന്നുള്ളൊരു ചിന്തയിലേക്ക് വരും. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് വരുന്നത്. ഈ ഒരു സിറ്റുവേഷനിലേക്ക് പെട്ടുപോയി റീതിങ്ക് ചെയ്തിട്ട് ഒരു സൊല്യൂഷന് വേണ്ടി ആഗ്രഹിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ ഇതിനകത്ത് പെട്ടെന്നുണ്ട് എന്നുണ്ടെങ്കിൽ എക്സാം എഴുതി എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കുക എന്നുള്ളത് മാത്രമാണ് ആകെയുള്ള സൊല്യൂഷൻ. ഇവിടെ സൊല്യൂഷനേക്കാളും കൂടുതലായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ 10th വരെയൊക്കെ ഒരു തരത്തിലും കരിയർ ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ നാട്ടിലുള്ള ഒരു ടീച്ചേഴ്സോ അല്ലെങ്കിൽ ഒരു സ്കൂളുകളോ ചെയ്യാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒന്നും കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതേപോലെ ഞങ്ങളോടൊക്കെ 10th വരെയൊക്കെ പേരൻസും അതേപോലെ തന്നെ ടീച്ചേഴ്സും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, ആദ്യം 10ാം ക്ലാസ് ജയിക്കട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. 10ാം ക്ലാസ് ജയിച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ ആകെ മൊത്തത്തിൽ പാനിക്കായി പോകും. നമ്മൾ എന്ത് ചെയ്യണം? കാരണം പിന്നീടുള്ള കരിയർ ഈ +2ൻ്റെ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടാണ് പലയിടത്തും നിൽക്കുന്നത്. അപ്പം നമ്മൾ ആകെ മൊത്തത്തിൽ പാനിക്കാവും. നമ്മൾ കൂട്ടുകാരനെടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടിയതിന് പോയി അങ്ങോട്ട് ചേരും. ഇത് മുന്നേ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോഡ് എടുക്കാൻ ശേഷിയുള്ള കുട്ടികളിലേക്ക് നമുക്ക് ഈ പറയുന്ന ലോഡ് കൂടിയ ബ്രാഞ്ചുകൾ കൊടുത്താൽ മതി. കുട്ടികൾക്ക് ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ ആണ് ഇഷ്ടം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വേണ്ടാത്ത വേറെ ഏതെങ്കിലുമൊക്കെ ടെക് മേഖലകളിലേക്ക് പോകുന്നതാണ് ഇഷ്ടം, അതേപോലെ തന്നെ മൾട്ടിമീഡിയ ആണ് ഇഷ്ടം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇതൊക്കെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പഠിത്തത്തിന് യോജിക്കുന്ന രീതിയിലേക്കുള്ള വളരെ കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ള ഒരു ഹയർ സെക്കൻഡറി ബ്രാഞ്ച് എടുപ്പിച്ചാൽ മതി. പക്ഷേ ഈ 10ാം ക്ലാസ് വരെ കരിയറിനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞും കൊടുക്കത്തില്ല. 10 കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് പോയി +1 +2 എടുത്തോ എന്ന് പറയുമ്പോഴത്തേന് പല ആളുകളും റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സയൻസ് ഗ്രൂപ്പൊക്കെ പോയി എടുക്കാറുണ്ട്, അവിടെ ലോക്ക് ആവാറുണ്ട്. ഇനി ഈ ടോട്ടൽ ഇഷ്യൂവിൻ്റെ ഒരു സെക്കൻഡ് മേജർ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പേരൻ്റൽ ആൻഡ് സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻസ് ആണ്. പ്രഷറുണ്ട്. ഈ 10ാം ക്ലാസ് വരെ കുട്ടികളെ കൂടെ ഇരുത്തി പഠിപ്പിക്കുന്ന പേരൻസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. 10ാം ക്ലാസ് വരെ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് തങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്, അത് തനിക്കൊരു നാണക്കേടാണ് എന്നൊക്കെ ചിന്തിക്കുന്ന പേരൻസ് ഒത്തിരി അധികം ഉണ്ട്. അവരുടെ ഈഗോ ഒക്കെ ഹർട്ടാവും. അവർക്ക് പേരൻസിൻ്റെ ഇടയിൽ ചില കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സംഭവമുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് എന്തൊരു ക്രൂരന്മാരാണ് ചില പേരൻസ് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേന് അങ്ങ് വിട്ടേക്കും. കാരണം അപ്പോഴത്തേന് ഈ പേരൻസിൽ പല ആളുകളും റിയലൈസ് ചെയ്യും +1 +2 അതിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് അവൻ്റെ കരിയറിനെ നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ചില എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, ആ ഒരു എക്സ്പെക്റ്റേഷൻസും പ്രഷറും മാത്രം അവനിലേക്ക് കൊടുക്കാം. പക്ഷേ ഉത്തരവാദിത്തം എഫേർട്ട് മുഴുവൻ അവനിടണം. അപ്പോൾ അവരങ്ങ് റിലാക്സ്ഡ് ആവും. അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രഷർ മാത്രം ഇട്ട് കൊടുക്കും. ഇവൻ്റെ ലേണിംഗ് പ്രോസസ്സിനെ കുറിച്ചിട്ട് അവർ ചിന്തിക്കത്ത് പോലുമില്ല. ഇനി സൊസൈറ്റിയിൽ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. സൊസൈറ്റിയിൽ എക്സ്പെക്റ്റേഷൻ ഉണ്ട് എന്ന് അറിയാവുന്നതുകൊണ്ട് ചില പേരൻസ് ഒന്ന് റിലാക്സ്ഡ് ആവും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് പിയർ പ്രഷറും കാര്യമായിട്ട് തന്നെ ഉണ്ട്. ആളുകളൊക്കെ നോക്കിയിരിക്കുകയാണ്. ഇവന് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണം എന്നുള്ള ആഗ്രഹം ഇവനുണ്ട്, അല്ലെങ്കിൽ ഇവക്കുണ്ട്. അതേപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ റാങ്കൊക്കെ കരക്കാർ ചോദിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് ഇവൻ്റെ മാത്രം ഒരു ഉത്തരവാദിത്തമായിട്ട് ഇവൻ അങ്ങ് ചിന്തിച്ചോളൂ, ഇവൻ അതുകൊണ്ട് പഠിച്ചോളും എന്ന് ചിന്തിച്ചൊന്ന് മാറി നിൽക്കുന്ന പേരൻസ് ഉണ്ട്. അപ്പോൾ ആ മാറി നിൽക്കുന്ന സമയത്ത് പണ്ടത്തെ പോലെ കൂടെ ഇരുന്ന് പഠിപ്പിക്കാനായിട്ടൊന്നും ശ്രമിക്കത്തൊന്നുമില്ല. ഭയങ്കരമായിട്ടുള്ള പ്രഷർ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇവരുടെ എക്സ്പെക്റ്റേഷൻ എപ്പോഴും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും. ഈ ഒരു സമയത്ത് പിള്ളേർ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവും. കൂടെയുള്ള കുട്ടികളിൽ പലരും കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഇവർ കാണാനിടയാവും. അതേപോലെ തന്നെ അവർ പല കരിയർ പാത്ത് തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഞാനും എന്തെങ്കിലും തിരഞ്ഞെടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത വരും. 10 വരെ അങ്ങനെയുള്ള ചിന്തയൊന്നും ആർക്കുമില്ല. എല്ലാ ആളുകൾക്കും ഒറ്റ ലക്ഷ്യം 10ാം ക്ലാസ്സിലെ എക്സാം പാസ്സാവുക എന്നുള്ളത്. ഇപ്പോൾ കുറച്ചും കൂടെ നേരത്തെ കോമ്പറ്റേറ്റീവ് എക്സാം തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ കോമ്പറ്റേറ്റീവ് എക്സാം അഡ്മിഷൻ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം നല്ലൊരു സ്ട്രെസ്സ് പരിപാടി തന്നെയാണ്.
ഞങ്ങൾ പഠിച്ച സമയത്ത് ഒരു കോമൺ പരിപാടിയൊന്നും ആയിരുന്നില്ല ഈ എൻട്രൻസ് എന്നൊക്കെ പറയുന്നത്. അതൊരു മൈനോറിറ്റിയിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു. നമുക്ക് വലിയ സ്ട്രെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ നമ്മളെപ്പോലെ തന്നെയുള്ള ആൾക്കാരുണ്ടായിരുന്നുകൊണ്ടാണ്. ഇപ്പം വേറെ ഒരു സ്ട്രെസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. പലരും +2 കഴിഞ്ഞതിന് ശേഷം വിദേശത്തേക്ക് പോകാനായിട്ടുള്ള പരിപാടികളൊക്കെ ആരംഭിക്കും. അത് വേറൊരു സ്ട്രെസ്സാണ്. ഇതിനെ നമുക്ക് പിയർ പ്രഷറിൻ്റെ കൂടെ കൂട്ടാം. എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എത്ര തരത്തിലാണ് പ്രഷർ വരുന്നത്. കാനഡയ്ക്കും UK-ക്കും പോകാൻ വേണ്ടി +2 കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ, എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ, വേറെ കരിയർ മേഖലകൾ ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ഭയങ്കരമായിട്ടുള്ള മാനസിക സംഘർഷം ഉണ്ടാവും എന്നുള്ളത് ഷുവറാണ്. ഇവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ടർബുലന്റ് ഫേസ് എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത്. പല ആളുകളും പ്രായത്തിൻ്റെതായിട്ടുള്ള ഹോർമോണൽ ചേഞ്ചസ് എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ട്, ഇമോഷണൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. പിന്നെ ഞാൻ ആരാണ്, ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സമയമാണ്. ഞാൻ എങ്ങനെ എന്നെ തുടർന്ന് പ്രസൻറ്റ് ചെയ്യണം എന്ന് ആലോചിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് പല ആളുകളും അവരുടെ വീടിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ്. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വളർന്നു വന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ട്രോമകൾ എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പറയുന്ന ഒരു സമയമാണ്. ഇതിനോടൊപ്പമാണ് സൈഡിൽ കൂടെ കാര്യമായിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കുന്നത്. വേറെ ഏത് കോമ്പറ്റീഷൻ ആണെങ്കിലും നമുക്ക് പങ്കെടുക്കാതെ മാറിയിരിക്കാം. പക്ഷേ ഈ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് നമ്മൾ പങ്കെടുക്കണം, വിജയിക്കണം. ഇത്രയധികം ഇമോഷണലി അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉള്ള ഒരാൾ, ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരാൾ, പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാൾ, അല്ലെങ്കിൽ പ്രായത്തിൻ്റെതായിട്ടുള്ള കുറേയധികം തോട്ട് പ്രോസസ്സിലൊക്കെ ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരാൾ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണം. അപ്പോഴത്തേനും കുറേ ആളുകൾ അവിടെ ഡൗൺ ആവും. എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്, ഇത്രയധികം സ്ട്രെസ് ഉള്ള ഹയർ സെക്കൻഡറിയിലുള്ള കുട്ടികൾ അത് ഓവർകം ചെയ്യുന്നു, അവരവിടെ സക്സസ് ആവുന്നു, അവർ അവിടെ വിജയിക്കുന്നു. എന്നാൽ പിന്നീട് ലൈഫിലേക്ക് വരുന്ന സമയത്ത് ചില ആളുകൾ ഫാമിലി സ്ട്രെസ്, ജോബ് സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം ജീവൻ അവസാനിപ്പിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഹയർ സെക്കൻഡറി കോമ്പറ്റീഷന് നിൽക്കുന്ന പിള്ളേരെ കണ്ട് പഠിക്കണം. കാരണം ഏതൊക്കെ ടൈപ്പ് പ്രഷറാണ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ശരിയായിട്ടുള്ള നടപടിയാണോ? എനിക്ക് ഒട്ടും ശരിയായിട്ടുള്ള ഒരു നടപടിയായിട്ട് തോന്നുന്നില്ല. കുറേ കോമ്പറ്റേറ്റീവ് എക്സാം, അതിൻ്റെ റാങ്ക്, സ്കോറ്, ഫുള്ള് നമ്പേഴ്സിൻ്റെ കളിയാണ്. ഭയങ്കര കോമ്പറ്റീഷനാണ്. അതിനിടയ്ക്ക് പല പിള്ളേരും ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് പലർക്കും അറിയത്തുപോലുമില്ല താൻ ഇതിന് ഫിറ്റാണോ എന്നുള്ളത്. വെറുതെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു, എൻ്റെ പിന്നിൽ പ്രഷറുണ്ട്, എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അവർ ഈ ഒരു രീതിയിലേക്ക് ഇതിനെ സമീപിക്കുകയാണ്. എന്നാൽ ഈ എഞ്ചിനീയറിങ്ങിനൊക്കെ പോകുന്ന എല്ലാ ആളുകൾക്കും ആ ഒരു മേഖലയിൽ ശോഭിക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് ഉള്ളതും സംശയമാണ്. എത്രയോ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആ ഒരു ഡിഗ്രി വേണ്ടാത്ത സാധാരണ ജോലികൾ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അവർക്കത് ചെയ്യേണ്ടി വരുന്നത്? അവർക്ക് ആ ഒരു മേഖലയിൽ അത്ര ശോഭിക്കാനായിട്ട് പറ്റിയില്ല, അല്ലെങ്കിൽ അവർക്ക് പറ്റിയ മേഖല ആയിരുന്നില്ല അത്. നല്ല രീതിയിൽ എഞ്ചിനീയറിംഗ് പാസ്സായ, നല്ല രീതിയിൽ ശോഭിക്കുന്ന ആളുകൾക്ക് ആ ഒരു മേഖലയിൽ സാധ്യതകളുണ്ട്. ഇവരുടെ കുറ്റമാണോ ഇവർ ആ ഒരു മേഖലയിലേക്ക് അത്ര ശോഭിക്കാതെ വന്നത്? അല്ല, ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ സംഭവിച്ച ചില അബദ്ധമാണ്. അല്ലെങ്കിൽ ഈ 10th +1 +2 സമയത്ത് സംഭവിച്ചൊരു അബദ്ധമാണ്. ആ ഒരു അബദ്ധത്തിൻ്റെ കാരണം അവർ മാത്രമാണോ? അല്ല, +1ലും +2ലും പഠിക്കുന്ന പിള്ളേരാണേ. അപ്പോൾ അവരൊരു കരിയർ പാത്ത് ചൂസ് ചെയ്യുന്ന സമയത്ത് അത് അവരുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് സ്കൂളിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും പേരൻസിൻ്റെയും ഉത്തരവാദിത്തമാണ്. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഇത്ര ആളുകൾ എഞ്ചിനീയറിങ്ങിനും മെഡിസിനും സീറ്റ് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്ന സ്കൂളുകാർക്ക് കരിയർ ഗൈഡൻസിൻ്റെ കാര്യം നോക്കാൻ പറ്റില്ല. കാരണം അവരുടെ കച്ചവടത്തെ അത് ബാധിക്കും. ഇന്ന സ്കൂളിൽ നിന്ന് ഇത്ര പിള്ളേർ എൻട്രൻസിന് നല്ല റാങ്ക് വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ കൊച്ചിനെ അവിടെ വിട്ടേക്കാം എന്ന് തീരുമാനിക്കുന്ന ഒരച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ സിംഗിൾ പേരൻറ്റിൻ്റെ കുട്ടിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. ഇങ്ങനെയുള്ള മത്സര പരീക്ഷകളും അതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന സീറ്റും ആ ഒരു ഫോക്കസുമാണ് നമ്മളുടെ ഈ പിള്ളേരുടെ സ്ട്രെസ്സിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത്. കൊച്ചിലെ തൊട്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള മേഖലകൾ കണ്ടുപിടിക്കാനായിട്ടോ കണ്ടെത്തി കൊടുക്കാനായിട്ടോ ഉള്ള ശ്രമങ്ങൾ, അതൊരു 4-5 മേഖലകളെങ്കിലും കണ്ടെത്തി കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഈ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് വേണ്ടതാണ്. ഇപ്പോൾ കുട്ടികൾ പടം വരയ്ക്കുകയാണ്, കാർട്ടൂൺ കൂടുതലായിട്ട് കാണുകയാണ്, ഗെയിം കളിക്കുകയാണ്. അപ്പോൾ അത് ഇൻട്രസ്റ്റോടെ അവൻ ചെയ്യുന്നതിന് ഇൻട്രസ്റ്റ് അളക്കാനായിട്ട് നമുക്ക് വരണം കേട്ടോ. അവനെ ഇൻട്രസ്റ്റോടെ ആണോ ചെയ്യുന്നത്, അഡിക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവൻ എഴുതുകയാണ്, കൂടുതലായിട്ട് വായിക്കാൻ ഇഷ്ടപ്പെടുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഒരു കൂട്ടം പേരൻസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ അവൻ്റെ ശ്രദ്ധ മാറുന്നു, പഠിത്തത്തിൽ നിന്ന് ശ്രദ്ധ മാറുന്നു എന്ന് പറയും. ഇതൊക്കെ പഠിത്തത്തിൻ്റെ ഭാഗം തന്നെയാണ്.
ഇപ്പം ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന മേഖലകളിൽ ഒന്നാണ് മൾട്ടിമീഡിയ. നമ്മൾ സിനിമയിലുള്ള ആളുകളുടെയൊക്കെ പ്രതിഫലം പറയും, പാട്ട് പാടുന്ന ആളുകളുടെ, മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ, വിഷ്വൽ എഫക്ട്സ് ചെയ്യുന്ന ആളുകളുടെയൊക്കെ പ്രതിഫലം പറയും. എല്ലാം വലിയ പ്രതിഫലമാണ്. എന്നാൽ ഇതിനൊന്നും നമ്മുടെ നാട്ടിൽ വലിയ കാര്യമായിട്ടുള്ള പ്രൊമോഷനൊന്നും കിട്ടത്തൊന്നുമില്ല. ഇത് ഏതെങ്കിലുമൊക്കെ ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിപ്പിക്കുന്ന കോഴ്സുകളായിട്ട് മാത്രം ഒതുങ്ങപ്പെടും. അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലൊക്കെ പോയിട്ട് നല്ല കാശുള്ള പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു കോഴ്സായിട്ട് മാറ്റിവെക്കും. ഇപ്പോൾ വീട്ടിൽ ഒരു എഞ്ചിനീയറിനെയും ഡോക്ടറെയും വെച്ചിട്ട് ഈ ആളുകളുടെ മുമ്പിൽ ആളാവണ്ട എന്നുള്ള സെറ്റപ്പുള്ള ആളുകൾ അവരുടെ പിള്ളേരെ ചിലപ്പോൾ അതിന് വിട്ടെന്നിരിക്കും. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൻസും ടീച്ചേഴ്സും എല്ലാം കൂടെ 1 മുതൽ 10 വരെ പിള്ളേരെ ഇങ്ങനെ തള്ളിക്കൊണ്ട് വരുന്നു. +2 എന്ന് പറയുന്ന ഒരു വലിയ കുഴിയുടെ അവിടേക്ക് ഇവരിങ്ങനെ നിൽക്കുകയാണ്, തള്ളി അങ്ങ് ഇടുന്നു. ചില ആളുകൾ ആ കുഴിക്കകത്ത് പോകും, ചില ആളുകൾ ചാടി രക്ഷപ്പെട്ടു പോകും. ഈ രക്ഷപ്പെട്ട് വെപ്രാളപ്പെട്ട് ചാടുന്നതിനിടയിൽ എങ്ങോട്ടാണ് പോകുന്ന പോലും പല ആളുകൾക്കും അറിയത്തില്ല. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഈ വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ കാര്യമായി തന്നെ പഠിക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം. ഈ വീഡിയോ പ്രസൻറ്റേഷനിൽ എൻ്റെ ഒരു പൂവർ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ തിരുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.